മൂന്നാമത്തെ ലൈംഗിക അതിക്രമ കേസാണ് രാഹുലിനെതിരെ. പോലീസ് വളരെ വിദഗ്ധമായി ഈ കേസിൽ തങ്ങളുടെ നീക്കം നടത്തിയിരിക്കുന്നു. മുൻകൂട്ടി യാതൊരു സൂചനകളും നൽകാതെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ രാത്രി 12:30 മണിക്ക് രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ പോലീസ് സംഘമെത്തുന്നു. മറ്റ് കാര്യമായി കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കൈമാറാതെ ഒരു മുൻകൂർ ജാമ്യത്തിന് രാഹുലിന് യാതൊരു പഴുതും നൽകാതെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ അറസ്റ്റ് ചെയ്ത് രാഹുലിനെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എത്തിക്കുന്നു. അതും കേസ് ചെറുതല്ല. ക്രൂരമായ ലൈംഗിക പീഡനവും ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉന്നയിച്ച് വിദേശത്തുള്ള യുവതി ഇമെയിലിലൂടെയാണ് AIGക്ക് പരാതി നൽകിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പൂങ്കുഴലി ഈ പരാതി സ്വീകരിക്കുകയും തുടർന്ന് വീഡിയോ കോളിലൂടെ ഈ യുവതിയുടെ മൊഴി എടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ലഭിച്ചതോടെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതോടെ തെളിവുകൾ കൂടി ഈ പരാതിക്കൊപ്പം പരാതിക്കാരി കൈമാറിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട AR ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ് രാഹുൽ. AIG പൂങ്കുഴലി ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. രാഹുലിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും എന്നും മനസ്സിലാക്കണം. വളരെ ഗൗരവതരമായ പരാതിയാണ്. അതിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം, കുഞ്ഞു വേണമെന്നുള്ള നിർബന്ധിത ഗർഭചിത്രം, വീണ്ടുമുള്ള പീഡനം, ഭീഷണിപ്പെടുത്തൽ, വീട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കളെ വധിക്കും അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഒരു MLA ഒരു പെൺകുട്ടിക്ക് നേരെ നടത്തിയത് എന്ന് പറയുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. DNA പരിശോധനയ്ക്ക് പെൺകുട്ടി നിർബന്ധിച്ചു, പക്ഷെ അതിന് തയ്യാറായില്ല. ഈ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയെങ്കിൽ പോലും ഭ്രൂണം അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏറ്റവും ബലമുള്ള നിരവധി തെളിവുകൾ ഈ വിഷയത്തിലുണ്ട്. രാഹുലിന് ഇനി അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്തയിലേക്ക്, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവ്വം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു. കുഞ്ഞിൻ്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിൻ്റെ DNA പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു. ഭ്രൂണത്തിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല. പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു. ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു. ആരോഗ്യസ്ഥിതി പങ്കുവെക്കാൻ രാഹുലിനെ വിളിച്ചെങ്കിലും തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനനെ വിവരങ്ങൾ അറിയിച്ചു.
ഏതാനും മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ഫോണിൽ വിളിച്ചു. സാഹചര്യങ്ങൾ വിശദീകരിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പാലക്കാട് ബിൽടെക് സമിറ്റിൽ ഫ്ളാറ്റ് വാങ്ങാനായി 1.5 കോടി രൂപ യുവതിയോട് ആവശ്യപ്പെട്ടു. പലപ്പോഴായി തന്റെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശമുണ്ട്. അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരായ വിവാദങ്ങൾ വാർത്തയായതോടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നുമായിരുന്നു മറുപടി. നേരിട്ട് വന്നാൽ എല്ലാം വ്യക്തമാക്കാമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞു. തുടർന്ന് നാട്ടിലെത്തിയ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ബോധപൂർവം അവഗണിച്ചു തുടങ്ങി. രാഹുലിന്റെ സഹായികളുടെ ഫോൺ നമ്പറിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടിയുണ്ടായില്ല. ഇതോടെയാണ് 2.5 വർഷം നീണ്ട ബന്ധം ചതിവായിരുന്നെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്നും യുവതി പരാതിയിൽ പറയുന്നു. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിദേശത്തുള്ള യുവതിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നത്. ആദ്യ കേസിന്റെ അന്വേഷണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് മൂന്നാമത് രജിസ്റ്റർ ചെയ്ത FIRൽ അതീവ രഹസ്യമായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അങ്ങനെ വിവിധ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു. നേരത്തെയുള്ള 2 കേസുകളിലും രാഹുലിന് അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ സാധിച്ചു. ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞു. ഈ ഒളിവിൽ കഴിയുന്ന സമയത്തൊക്കെ നിയമ നടപടികളുമായി നിയമപരമായ വഴികളുമായി മുന്നോട്ട് പോയി. തുടർന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് അറസ്റ്റ് എന്ന രീതിയിലേക്ക് MLA എത്തിയില്ല എന്നത് പ്രധാനമാണ്. അതുതന്നെയായിരുന്നു പലപ്പോഴും കോൺഗ്രസ് നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ച ഒരു ന്യായം എന്ന് പറയുന്നത്. നേരത്തെയുള്ള 2 കേസുകളെക്കാളും ഗൗരവമുള്ള കേസിലാണ് ഇപ്പോൾ മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നതൊക്കെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. അതായത് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചനകൾ രാഹുലിന് കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ കോടതിയെ സമീപിച്ചതിനെ, ഒരുപക്ഷെ നേടിയെടുത്തതിനെ, അറസ്റ്റ് എന്നത് പോലീസ് അസാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതിനെ. പക്ഷേ ഇപ്പോൾ അതിവിദഗ്ധമായി നീക്കിയ കരുനീക്കങ്ങൾ പോലീസ് അത് ഫലം കണ്ടിരിക്കുന്നു. രാഹുൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലും അറസ്റ്റിലുമായി മാറുന്ന പശ്ചാത്തലമാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മിഥുന്, ഇത് ഗൗരവമേറിയ ഒരു സംഭവമാണ്. രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിന് ഉപോത്ബലകമായ തെളിവുകളും ആ പെൺകുട്ടി ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സൈക്കോ ക്രിമിനലിനെ പോലെ ഒരു MLA ഇങ്ങനെ അഴിഞ്ഞാടുന്ന പശ്ചാത്തലം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമാണ്. തീർച്ചയായും രഞ്ജിത്ത്, അതായത് മുൻപുള്ള 2 കേസുകളെ പോലെയല്ല ഈ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാഹുലിന് കൂടുതൽ കുരുക്കുമുറുകുന്ന തരത്തിൽ ഉള്ള തെളിവുകൾ ഈ യുവതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.